ശ്രീനിവാസൻ്റെ വേർപാടിലൂടെ കലാകേരളത്തിനും അതുവഴി സമ്പന്നമായൊരു സാംസ്കാരിക രൂപം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു കലാകാരൻ എന്ന രൂപത്തിലും വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹവുമായി നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. മുമ്പ് നവലോകം സാംസ്കാരിക കേന്ദ്രത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പരിപാടിക്ക് ക്ഷണിച്ച് മൺമറഞ്ഞ അനശ്വരനായ ഡോക്ടർ സുകുമാർ അഴീക്കോടും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ആ വേദിയിൽ വെച്ച് ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുമ്പോൾ പറഞ്ഞൊരു ഭാഷ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. സിനിമയിൽ നിങ്ങളെ കാണുന്നതിലും അതിസുന്ദരനാണല്ലോ നിങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കമൻറ്റിന് തിരിച്ച് ശ്രീനിവാസൻ പറഞ്ഞൊരു കമൻറ്റുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളല്ല സിനിമയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. സൗന്ദര്യ സങ്കല്പങ്ങൾക്കപ്പുറം ഒരു കലാകാരൻ കലയെ എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നുള്ള ഭാവനയും ധാരണയും ദിശാബോധത്തിലും പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി കൈകാര്യം ചെയ്ത ആളായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ, അതോടൊപ്പം തന്നെ അഭിനയം, അതോടൊപ്പം തന്നെ സിനിമാ ലോകത്തിന് തന്നെ അദ്ദേഹം നൽകിയിട്ടുള്ള പുതിയ ശൈലികൾ. അതിലെടുത്തു പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വരവേൽപ്പ് എന്ന സിനിമ കണ്ടിട്ടുണ്ട്, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ കണ്ടിട്ടുണ്ട്, നാടോടിക്കാറ്റ് കണ്ടിട്ടുണ്ട്, പട്ടണപ്രവേശം കണ്ടിട്ടുണ്ട്, വെള്ളാനകളുടെ നാട് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ തെന്മ ബിൻകൊമ്പത്ത് എന്ന മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരു സിനിമ. ആ സിനിമകളിലെല്ലാം അദ്ദേഹത്തെ എല്ലായ്പ്പോഴും ഉണ്ട്. അതുപോലെ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നൊരു സിനിമ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയകലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചതാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന കഥ. അങ്ങനെ മലയാള സിനിമയ്ക്ക് വിലപ്പെട്ട പല മുഹൂർത്തങ്ങളും സമ്മാനിച്ച അദ്ദേഹത്തെ ഞങ്ങൾ കോട്ടയത്ത് ടി.കെ. രാമകൃഷ്ണൻ അവാർഡ് യഥാർത്ഥത്തിൽ 3ാമത് കൊടുക്കുന്നത് അദ്ദേഹത്തിനായിരുന്നു, കോട്ടയത്ത് വലിയ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട്. അപ്പോൾ കലാകേരളത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അനശ്വരനായ കലാകാരനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ രംഗത്തും അതോടൊപ്പം തന്നെ അഭിനയത്തിൻ്റെ രംഗത്തും അദ്ദേഹം കോട്ടയത്ത് വന്ന് അഭിനയിച്ചൊരു കേസായിരുന്നു വെള്ളൂർ കൃഷ്ണൻകുട്ടിയുടെ പഞ്ചവടിപ്പാലം എന്ന് പറയുന്ന സിനിമ. ആ കാലഘട്ടം മുതൽ അദ്ദേഹത്തെ അറിയാം. അതുകൊണ്ട് സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം സൃഷ്ടിപരമായ വിമർശനങ്ങളുടെ, ക്രിയാത്മക നിർദ്ദേശങ്ങളുടെ ആശയപ്രപഞ്ചം തീർക്കുന്ന ആവിഷ്കാരം നടത്തുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം. ആ നിലയെല്ലാം ശ്രീനിവാസൻ നമുക്ക് ഏറ്റവും ശ്രദ്ധേയനായ ഒരു കലാകാരൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം നമുക്ക് കലാലോകത്തിന് നഷ്ടമാണ്. ആ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഓക്കെ.